സ്വീറ്റ് ഹോം സീസൺ 2 ആറാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണാത്തവർ അത് പോയി കാണുക, അല്ലെങ്കിൽ യാതൊന്നും മനസ്സിലാകുന്നതല്ല. വെൽക്കം ടു ദ മൂവി ടൈം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഈ ക്യോങ് മിസ്റ്ററി ഗേളിനെയും ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നത് വരെയാണ്. ശരിക്കും ഇവളും മിസ്റ്ററി ഗേളും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, അത് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. ഈ ക്യോങ്ങിന്റെ മകളാണ് ശരിക്കും മിസ്റ്ററി ഗേൾ. അല്ല, അവൾ എങ്ങനെയാ ഇത്രയും പെട്ടെന്ന് ഒരുപാട് വലുതായത്? അതെ, അവൾ ഒരു മോൺസ്റ്റർ ആയതുകൊണ്ട് തന്നെ. ഇനി അവൾക്ക് പിന്നിലെ മിസ്റ്ററി മാറിയത് കൊണ്ട് തന്നെ നമുക്ക് അവളെ റെഡ് എന്ന് വിളിക്കാം. റെഡിന്റെ കൈകളും കെട്ടിയിട്ട് ഈ ക്യോങ് അവളെയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ്. ഇത് കണ്ടപാടെ ഹീറോയിനും അവർക്ക് പിന്നാലെ പോകാൻ നിൽക്കുന്നുണ്ടെങ്കിലും ചാൻ അതിന് സമ്മതിക്കുന്നില്ല. പിന്നീട് അവൾ ഒന്നും നോക്കിയില്ല, ചാൻ ഒരു കിക്കും വെച്ച് കൊടുത്ത് അവർക്ക് പിന്നാലെ പോവുകയാണ്. എന്നാൽ ഇതൊന്നും വിഷയമാക്കാതെ നമ്മുടെ ചാനും അവളെ വീണ്ടും ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ നമ്മുടെ ഓജുൻ തന്റെ അമ്മയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് കണ്ട് ആ അമ്മക്ക് നല്ല സന്തോഷമായി. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല. കാരണം അവന്റെ കയ്യിലിരുന്നത് ഒരു വിഷക്കുപ്പിയായിരുന്നു. അതെ, സ്വന്തം അമ്മയെ കൊന്നു കളയാൻ തന്നെയാണ് അവന്റെ പ്ലാൻ. അത് അവളെ വേദനിപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണ്. പിന്നീട് അവൻ അതെടുത്ത് അമ്മയുടെ വായിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ അല്ലേ മനസ്സിലാകുന്നത് ഇതെല്ലാം ഡോക്ടർ ലിമ്മിന്റെ പ്ലാൻ ആയിരുന്നു. അവൻകുള്ളിൽ മോൺസ്റ്ററൈസേഷൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇരിക്കെയാണ് അവനൊരു ശബ്ദം കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കിയതും ദേ ജീവനോടെ ഇരിക്കുന്നു തന്റെ അമ്മ. ഇത് കണ്ട് അവനാകെ വൈലന്റ് ആയി. അവൻ അതെല്ലാം പിഴുതെറിഞ്ഞ് അകത്തേക്കും കയറി അമ്മയെ കൊലപ്പെടുത്തുകയാണ്. അതേ, രോഗലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെങ്കിലും അവനൊരു മോൺസ്റ്റർ ആയിരുന്നു. അവനെ ആരാണ് മോൺസ്റ്റർ ആക്കിയതെന്നും നമുക്കറിയാം. ആ ബ്ലഡ് എല്ലാം നേരെ പോയി വീഴുന്നത് നമ്മുടെ ലിമ്മിന്റെ മുഖത്തേക്കും മറ്റുമാണ്. പുള്ളിക്കാരനും ആകെ പേടിച്ച് അവിടെ നിന്നും സ്ഥലം കാലിയാക്കി. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഈ ക്യോങ്ങിനെയും തിരഞ്ഞു നടക്കുന്നതിനിടെയാണ് ചാൻ വീണ്ടും പിറകിൽ നിന്നും അവളുടെ കയ്യിൽ പിടിക്കുന്നത്. പിന്നീട് അവളെ അവിടെ നിന്നും കൊണ്ടുപോകാൻ വേണ്ടിയും അവൻ നോക്കുന്നുണ്ട്. എന്നാൽ അതിനൊന്നും കഴിയുന്നില്ല. ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന നമ്മുടെ ഹീറോയിൻ കത്തിയെടുത്ത് അവന്റെ കഴുത്തിന് നേരെ പിടിച്ച് ഇനി തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കൊന്നു കളയുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അവൾ അവിടെ നിന്നും നടന്നു നീങ്ങി. അപ്പോഴാണ് നമ്മുടെ ചാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾക്ക് നേരെ അവൻ ഓടി പോവുകയാണ്. അതെ, അവിടെ ഒരു ട്രാപ്പ് ആരോ സെറ്റ് ചെയ്തിരുന്നു. അതിലും ചോട്ടി അവൾ താഴേക്ക് വീഴാൻ നിന്നതും നമ്മുടെ ചാൻ അവളുടെ കയ്യിൽ പിടിക്കുകയാണ്. എന്നാൽ ഒരുപാട് സമയം അവർക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും പിറകിൽ നിന്നാരോ അങ്ങോട്ട് വന്ന് അവരെ കുഴിയിലേക്ക് തള്ളിയിട്ടു. എന്നാൽ ചാന് ഒരു കമ്പിയിൽ പിടുത്തം കിട്ടുകയാണ്. എന്നാൽ അധിക സമയം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് അവൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. താഴെയായി എന്തോ ഒന്നുണ്ട്. പിന്നീട് അവൻ ഹീറോയിനെ താഴേക്ക് ഇടുകയാണ്. താഴേക്ക് എത്തിയപ്പോഴല്ലേ മനസ്സിലാകുന്നത് അവിടെ ഇതായിരുന്നു അവസ്ഥ. പിന്നീട് അവനും അങ്ങോട്ടേക്ക് ചാടി. എന്നാൽ പുള്ളിക്കാരൻ നേരെ പോയിരുന്നത് സൂചി പോലെ കൂർത്ത ആ ട്രാപ്പിലേക്കായിരുന്നു. അപ്പോഴേക്കും ഹീറോയിൻ അവനെ രക്ഷപ്പെടുത്തി. ഇതിനിടയിൽ നമ്മുടെ ലിമ്മിനെയും കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ നേരെ ചെന്നിരിക്കുന്നത് ഇൻഹാന്റെ അടുത്തേക്കാണ്. അങ്ങനെ അവർ നേരെ സ്ഥലത്തേക്ക് എത്തി. നമ്മുടെ ഓജുനും മരണപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഇത് ചെയ്തിരിക്കുന്നത് ശരിക്കും ഓജുനാണെന്ന് നമുക്കറിയാം. എന്നാൽ അവൻ രോഗലക്ഷണങ്ങളൊന്നും കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു പദ്ധതിയായി മുന്നോട്ട് പോയതും ഇവന്റെ ഉള്ളിൽ മോൺസ്റ്ററൈസേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. എന്നാൽ ഇത് സ്റ്റെപ്പായിട്ട് ലിം കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതും. പിന്നീട് അവർ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി. ഓജുന്റെ അമ്മ ഒരു മോൺസ്റ്റർ ആയതിനു ശേഷം ഓജുനെ കൊലപ്പെടുത്തുകയും ഈ രംഗം കണ്ട ഡോക്ടർ ഹെൽപ്പിന് വേണ്ടി ക്രോ പ്ലാറ്റൂണിനെ വിളിക്കുകയും മോൺസ്റ്ററിനെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ സർജന്റ് ഇൻഹ്വാൻ അവിടെ മാകെ കത്തിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഈ ക്യോങ്ങിനെയും റെഡിനെയും കാണിക്കുന്നുണ്ട്. അവളോട് ഈ ക്യോങ് ബോട്ടിൽ കയറാൻ പറയുമ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നില്ല. ഒരാളെ കാണണമെന്നാണ് അവൾ പറയുന്നത്. എന്നാൽ പുള്ളിക്കാരി അതൊന്നും വകവെക്കാതെ അവളെ ബോട്ടിലേക്ക് കയറ്റുകയാണ്. പിന്നീട് അവർ പോകുന്നതിനിടക്ക് റെഡ് അവളുടെ ഉറ്റ സുഹൃത്തായ മോൺസ്റ്ററിനെയും കാണുന്നുണ്ട്. അതിനോട് ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി അവൾ പറയുകയാണ്. സ്റ്റേഡിയത്തിൽ ഇതൊന്നും അറിയാതെ നമ്മുടെ ചീഫ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവൾ തന്റെ ഫാമിലി ഫോട്ടോയും നോക്കി ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഏസിൽ അങ്ങോട്ട് വരുന്നത്. ഇതാണെങ്കിലും ചീഫിന് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല. കാരണം ഏസിലിന് ഇങ്ങോട്ട് വരാൻ വേണ്ടി ചീഫ് അനുവാദം കൊടുത്തിട്ടില്ല. ഇതൊരു വാണിംഗ് ആണ്. ഇനി മേലാൽ ഇങ്ങോട്ട് വരരുതെന്നും പറഞ്ഞ് ചീഫ് അവളോട് പോകാൻ വേണ്ടി പറയുകയാണ്. മുറിയിലേക്ക് കയറാൻ മാത്രമാണ് അവൾക്ക് അമ്മ പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോഴായി ഇൻഹാന്റെ ഒരു അനൗൺസ്മെന്റും ചീഫ് കേൾക്കുന്നുണ്ട്. ഓൾഡ് ലേഡി മരണപ്പെട്ട ആ സംഭവം. ഇത് നമ്മുടെ ചീഫ് ഇപ്പോഴാണ് അറിയുന്നത്. മാത്രമല്ല സ്റ്റേഡിയത്തിലെ ആളുകളോട് റോൾ കോളിനായി തയ്യാറായിരിക്കാൻ വേണ്ടിയും ചീഫ് പറയുന്നുണ്ട്. അങ്ങനെ അവരെ എല്ലാവരെയും പരിശോധിക്കാൻ വേണ്ടി സൈനികർ വരികയാണ്. ഇതിനിടയിൽ ഗ്രീൻ ഹോം നിവാസിയായ നമ്മുടെ കന്നഡക്കാരനില്ലേ, അയാൾ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവരൊരു മോൺസ്റ്ററായി മാറിയത് കൊണ്ടാണല്ലോ നിങ്ങൾ അവരെ കൊന്നത് എന്ന് പറഞ്ഞതും സൈനികന് ആകെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് സൈനികൻ അയാളുടെ കയ്യിലെ മുറിവിലേക്കൊന്നു കൊടുത്താണ് അവിടെ നിന്നും പോകുന്നത്. അത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഭേദമാവുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു മോൺസ്റ്ററായി മാറും. അയാൾ പോയ പാടെ തന്നെ ആ മുറിവ് ഭേദമാവുന്നതായും നമുക്ക് കാണാം. ഇനിയൊരു പക്ഷേ അയാൾ മോൺസ്റ്ററായി മാറാൻ വേണ്ടി പോവുകയാണോ? അനൗൺസ്മെന്റ് കേട്ട നമ്മുടെ
ചീഫ് നേരെ പോയിരിക്കുന്നത് ഹോളിലേഡിയെ ക്വാറന്റൈൻ ഇരുത്തിയ ആ സ്ഥലത്തേക്കാണ്. എന്നാൽ ആ മുറി പോലും ആകെ കത്തി തീർന്നിരുന്നു. ഇതെല്ലാം കണ്ട് ചീഫിന്റെ കണ്ണ് നിറയുകയാണ്. കാരണം ഇന്ന് ഓൾഡ് ലേഡിയെ മോചിപ്പിച്ച് ഓജുനെ കാണിച്ചു കൊടുക്കുമെന്ന് താൻ വാക്കു കൊടുത്തതായിരുന്നു. ഇതവൾക്ക് നിറവേറ്റാൻ പറ്റിയില്ലല്ലോ, അതിന്റെ സങ്കടം. അപ്പോഴാണ് അവിടെ ഒളിച്ചിരുന്ന ഡോക്ടർ ലിമ്മിനെ ചീഫ് ശ്രദ്ധിക്കുന്നത്. പുള്ളിക്കാരൻ ഇപ്പോഴും ആ ഡ്രസ്സ് ഊരിയിട്ടില്ല. ഇത് കണ്ട് ചീഫ് തെറ്റിദ്ധരിച്ച് നീയാണോ അവരെ കൊന്നതെന്നും പറഞ്ഞ് അയാളോട് തട്ടിക്കയറുകയാണ്. പിന്നീട് പുള്ളിക്കാരന്റെ സംസാരമെല്ലാം കേട്ട് ചീഫ് പേടിച്ച് അവിടെ നിന്നും സ്ഥലം കാലിയാക്കുന്നുമുണ്ട്. സ്റ്റേഡിയത്തിനകത്താണെങ്കിലോ നമ്മുടെ കിമ്മിനെ സിയോ എന്നു പേരുള്ള ഒരു സൈനികൻ വന്ന് കാണുന്നുണ്ട്. ചോയെ കുറിച്ചാണ് അവരുടെ സംസാരം. മാത്രമല്ല ജീനയെ കുറിച്ചും കിമ്മ സിയോയോട് പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ഗേൾ ഫ്രണ്ട് ഉള്ള കാര്യം സർജന്റ് ചോയ് സിയോയോട് പറഞ്ഞിരുന്നില്ല. അവരത്രയും ക്ലോസ് ആയിട്ട് പോലും. മാത്രമല്ല ഇപ്പോൾ സർജന്റ് ചോയെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകാൻ പറ്റില്ല എന്നും കിമ്മ പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യപ്പെട്ടാണ് സിയോ അവിടെ നിന്നും പോകുന്നത്. ഈ തീരുമാനം ശരിക്കും നമ്മുടെ ഇൻഫാന്റെ അല്ലേ? ഇതിനിടയിലാണ് മറ്റൊരു പ്രശ്നം. ഒരുപാട് ആളുകൾ സ്റ്റേഡിയത്തിൽ നിന്നും മിസ്സിംഗ് ആണ്. അതായത് അവർ പുറത്തേക്ക് പോകുന്നുണ്ട്. അതിൽ നമ്മുടെ ഹീറോയിനും ചാനും ഒക്കെ ഉണ്ട്. മെയിൻ ഗേറ്റ് വഴി എന്തായാലും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്തായാലും മറ്റൊരു എക്സിറ്റ് ഉണ്ടാകും. അതുടനെ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി സർജന്റ് കിം ഉത്തരവിടുന്നു. അവർ പോയ പാടെ തന്നെ നമ്മുടെ ജീന വന്ന് ചോയെ കണ്ടുപിടിക്കാൻ വേണ്ടിയും കിമ്മിനോട് പറയുന്നുണ്ട്. നമ്മുടെ സൈനികരാണെങ്കിലോ സ്റ്റേഡിയം മുഴുവൻ തൂത്തുവാരുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഇൻഫാൻ നേരെ ചെന്നിരിക്കുന്നതോ ചീഫിന്റെ അടുത്തേക്കാണ്. അവരോട് ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. സ്റ്റേഡിയത്തിൽ മറ്റൊരു എക്സിറ്റ് ഉണ്ടോ എന്ന് തിരയാൻ വേണ്ടി സൈനികർ പോയിട്ടുണ്ട്. എന്നാൽ ചീഫ് അതിന് കാര്യമായ റെസ്പോണ്ട് കൊടുക്കുന്നില്ല. ഇനിയൊരു പക്ഷേ അങ്ങനെ ഒരു എക്സിറ്റ് ചീഫ് തങ്ങളിൽ നിന്നും മറച്ചു വെച്ചാലോ എന്നും പറഞ്ഞ് ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഇൻഫാൻ പോയ പാടെ ചീഫ് എന്തോന്ന് ഓണാക്കുന്നതായും നമുക്ക് കാണാം. നമ്മുടെ സൈനികരൊക്കെ തിരയുന്നതിനിടയിലാണ് യേസിൽ വീണ്ടും തന്റെ അമ്മയായ ചീഫിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ യുൻവുവും ചാനും സ്റ്റേഡിയത്തിൽ നിന്നും പുറത്തു പോയത് യേസിൽ അറിഞ്ഞിട്ടുണ്ട്. യേസിലിന് ചാനെ ഒരു നോട്ടമില്ലേ, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇത് തീരെ പിടിച്ചിട്ടില്ല. ഇതും പറഞ്ഞുകൊണ്ട് നേരെ അമ്മയെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് നമ്മുടെ യേസിൽ. എന്നാൽ ചീഫ് ഡോർ ലോക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അത് തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ചീഫ് കഥക് ഓപ്പൺ ആകുന്നത്. അവളെ കണ്ടപാടെ നന്നായി തന്നെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് അവളെ മുഖത്തേക്കൊന്ന് കൊടുത്താണ് അവിടെ നിന്നും പറഞ്ഞു വിടുന്നതും. ഇതേ സമയത്ത് ട്രാപ്പിൽ വീണ് കിടക്കുന്ന നമ്മുടെ ഹീറോയിനെയും ചാനെയും കാണിക്കുന്നുണ്ട്. ഹീറോയിൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അതിന് കഴിയുന്നില്ല. അപ്പോഴാണ് ചാന്റെ കാല് ഹീറോയിൻ ശ്രദ്ധിക്കുന്നത്. അവന്റെ കാലിന് പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവനെ ഹെൽപ്പ് ചെയ്യുന്നു. അതിനുശേഷം എന്തിനായിരിക്കും തന്നെ ഫോളോ ചെയ്യുന്നതെന്നും ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ. ഇവൾ എപ്പോഴും പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ചാന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം സ്റ്റേഡിയത്തിന്റെ സുരക്ഷയെ അത് ബാധിക്കും. നീ എന്തിനാണ് പുറത്തേക്ക് പോകുന്നതെന്ന് ചാൻ അവളോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അത് പറയുന്നില്ല. അപ്പോഴാണ് മുകളിൽ നിന്നും അവരൊരു ശബ്ദം കേൾക്കുന്നത്. അതൊരു മോൺസ്റ്ററിന്റെ ശബ്ദമായിരുന്നു. പെട്ടെന്ന് തന്നെ അവരവിടെ നിന്നും മാറി നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഹീറോയിൻ അവനോട് അത് പറയുന്നത്. അവൾ എന്തിനാണ് പുറത്തേക്ക് പോകുന്നത്? അത് തന്നെ തന്റെ ബ്രദറിനെയും തിരഞ്ഞാണ് അവൾ പുറത്തേക്ക് പോകുന്നത്. എന്നാൽ അവനെ ഇതുവരെയും കണ്ടെത്താൻ അവൾക്ക് സാധിച്ചില്ല. ഇതെല്ലാം പറയുമ്പോൾ അവളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കെയാണ് അവിടേക്ക് ആരോ കയറിടുന്നത്. അത് കണ്ടപാടെ നമ്മുടെ ഹീറോയിൻ അതിലും പിടിച്ച് മുകളിലേക്ക് കയറാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നാൽ അവൾക്ക് അതിന് സാധിക്കുന്നില്ല. ഇത് കണ്ട് നമ്മുടെ ചാൻ അവളെ ഹെൽപ്പ് ചെയ്യുകയാണ്. അങ്ങനെ അവൾ മുകളിലേക്ക് എത്തി. എന്നാൽ ചാനെ അവൾ സഹായിക്കുന്നില്ല. അവൻ മുകളിലേക്ക് നോക്കുമ്പോൾ അവളെ കാണാനുമില്ല. അതെ, അവൾക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി തന്നെ ഫോളോ ചെയ്യരുത് എന്ന് വാക്ക് തരണം. എന്നാൽ ചാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇത് കേട്ട് ഹീറോയിന് നന്നായി തന്നെ ദേഷ്യം വന്നാണ് അവനെ മുകളിലേക്ക് കയറ്റുന്നതും. മുകളിലേക്ക് എത്തിയതും എന്തൊക്കെയോ ശബ്ദമെല്ലാം അവർ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് അവർക്ക് നേരെ പെട്രോൾ ആരോ സ്പ്രേ ചെയ്യുകയാണ്. അതിനുശേഷം ഒരു ഫയർ മോൺസ്റ്റർ അവരെ ആക്രമിക്കാൻ വേണ്ടിയും വരുന്നുണ്ട്. ജസ്റ്റ് മിസ്സിലാണ് അവർ രക്ഷപ്പെടുന്നത്. ഇതിന്റെയൊക്കെ പിന്നിൽ മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ഹിച്ച് ഹൈക്കറും ഹാനിയും. തന്റെ ട്രാപ്പ് നശിപ്പിച്ചത് കാരണം ദേഷ്യം വന്ന ഹിച്ച് ഹൈക്കർ രണ്ടുപേരുടെയും കൈ ബന്ധിച്ച് അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഹാനിക്ക് ചാനോട് ക്രഷ് അടിച്ചിട്ടായെന്നറിയില്ല ഇങ്ങനെ പലതും അവൾ കാണിച്ചു കൂടുന്നുണ്ട്. ഇതാണെങ്കിലും നമ്മുടെ ഹീറോയിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. പിന്നീട് അവർ രണ്ടുപേരും ആ കഥകും അടച്ച് അവിടെ നിന്നും പോവുകയാണ്. നമ്മുടെ ഹീറോയിൻ ഒരുപാട് തവണ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. അപ്പോഴായി നമ്മുടെ ഡോക്ടർ ലിമ്മിനെയും കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ശരിക്കും എന്താണ് അതിന് പിന്നിൽ. ഓജുന്റെ ബ്ലഡ് താൻ പരിശോധിച്ചപ്പോൾ അതിൽ മോൺസ്റ്ററൈസേഷൻ ഉള്ളതായി കാണാം. എന്നാൽ രോഗലക്ഷണങ്ങളൊന്നും അവന് കാണിക്കുന്നില്ല. ഇതിന് കാരണം എന്തായിരിക്കുമെന്നും പറഞ്ഞ് തലപുണ്ണായിരിക്കുകയാണ് നമ്മുടെ ഡോക്ടർ ലിം. ഇതിനിടയിൽ ഒരു കപ്പൽ കാണിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ റെഡും ഈക്യോങ്ങുമായിരുന്നു. ഈക്യോങ് നല്ല ഉറക്കത്തിലാണ്. അവളുടെ കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട്. അത് നമ്മുടെ റെഡ് പതിയെ റിമൂവ് ചെയ്യുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതോടെ റെഡിനെ അങ്ങ് തള്ളിയിടുകയാണ് അവൾ. അതിനുശേഷം അവളോട് ചെന്ന് സോറിയും പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ റെഡിനെ വീണ്ടും കൊണ്ടുപോയി പൂട്ടിടാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ ഈക്യോങ്. എന്നാൽ റെഡ് അതിന് തയ്യാറാകുന്നില്ല. ശരിക്കും എന്തിനാണ് തന്നെ ഇങ്ങനെ പൂട്ടിടുന്നതെന്ന് അവൾ ചോദിക്കുകയാണ്. നിന്റെ സുരക്ഷക്കാണെന്നാണ് ഈക്യോങ്ങിന്റെ മറുപടി. ആളുകളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഈക്യോങ് റെഡിനെ സമ്മതിക്കില്ല. അതിന് ഒരു കാരണവുമുണ്ട്. റെഡിന്റെ കൈകൾക്ക് ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്. അതും യൂസ് ചെയ്ത് അവൾക്ക് ആളുകളെ എല്ലാം മോൺസ്റ്റേഴ്സ് ആയി മാറ്റാൻ കഴിയും. ഇത് നമ്മൾ കണ്ടതല്ലേ. ഈ
പേടി കാരണമാണ് ഈ ക്യോങ് അവളെ പൂട്ടിയിടുന്നത്. അപ്പോഴാണ് അവൾ അത് വീണ്ടും ചെയ്തെന്ന് ഈ ക്യോങ്ങിന് മനസ്സിലാകുന്നത്. അതോടെ അവളെ വീണ്ടും പൂട്ടിയിടുകയാണ് നമ്മുടെ ഈ ക്യോങ്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ ഈ ക്യോങ് അവളെ പ്രസവിച്ചതിന് ശേഷം ഒരു കപ്പലിലായിരുന്നു അവർ രണ്ടുപേരും കൂടെ താമസിച്ചിരുന്നത്. പെട്ടെന്നൊരു ദിവസം ഈ ക്യോങ് അവളെയും എടുത്ത് ഒരു മുറിയിൽ കൊണ്ടുപോയി പൂട്ടുകയാണ്. അതിനൊരു കാരണമുണ്ടായിരുന്നു. കുറച്ചു പേർ അവരെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. എന്നാൽ ഈ ക്യോങ് അവരുമായി പിടിച്ചു നിന്നു. പക്ഷേ ഒരുപാട് അങ്ങ് പിടിച്ചു നിൽക്കാൻ വേണ്ടി അവൾക്ക് സാധിച്ചില്ല. അപ്പോഴേക്കും റെഡിനെ തുറന്നു വിട്ടതിന് ശേഷം അവരെല്ലാവരും കൂടെ വിനോദത്തിന് വേണ്ടി അവളുടെ ബോഡിയിലേക്ക് അമ്പെയ്ത് കളിക്കുകയായിരുന്നു. ഒടുവിൽ അവരവളെ ഷൂട്ട് ചെയ്യുകയാണ്. അതോടെ അവൾ മരിച്ചു എന്നാണ് അവരെല്ലാവരും കരുതിയത്. എന്നാൽ അങ്ങനെയല്ലായിരുന്നു. കാരണം അവൾ ഒരു മോൺസ്റ്റർ അല്ലേ. പെട്ടെന്ന് അവളുടെ മുറിവുകളെല്ലാം ഇൻവിസിബിൾ ആയി അവൾ ഒരുപാട് അങ്ങ് വലുതാവുകയാണ്. അതെ, അപ്പോഴാണ് അവൾക്ക് ആ പവർ ലഭിച്ചത്. പിന്നീട് എണീറ്റതിന് ശേഷം അവരിലെ ഒരാളുടെ കയ്യിൽ പോയി അവൾ പിടിക്കുകയാണ്. അതോടെ അയാൾ ഒരു മോൺസ്റ്റർ ആയി. പിന്നീട് ആ മോൺസ്റ്റർ അവരെ എല്ലാവരെയും ആക്രമിക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടെത്തിയ ഈ ക്യോങ്ങും ഇത് കണ്ടിരുന്നു. ഇതെല്ലാം കണ്ട് അവളുടെ കണ്ണ് നിറയുകയാണ്. തന്റെ മകൾ ഇപ്പോഴും ഒരു മോൺസ്റ്റർ ആണെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് അവൾ തിരിച്ചു വന്നു. വീണ്ടും പ്രസന്റിലോട്ട് വന്നാൽ നമ്മുടെ റെഡ് അതിനുള്ളിൽ ഫയർ ചെയ്ത് അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് നമ്മുടെ ചെറിയ മോൺസ്റ്ററും കാണുന്നുണ്ട്. കപ്പലിൽ തീ പടരുന്നത് കണ്ട് അത് ആ കപ്പലിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഈ ക്യോങ് ഞെട്ടി എണീക്കുന്നത്. എണീറ്റ പാടെ തന്നെ അവൾ ഓടിച്ചെന്ന് റെഡിനെ രക്ഷപ്പെടുത്തുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ ചെറിയ മോൺസ്റ്ററും അങ്ങോട്ട് വരുന്നത്. അതിനെ കണ്ടപാടെ ഈ ക്യോങ്ങിന് ദേഷ്യം വന്ന് അതിനെ ഷൂട്ട് ചെയ്യുകയാണ്. എന്നാൽ അത് അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഇതാണെങ്കിലോ നമ്മുടെ റെഡിന് ഒട്ടും ഇഷ്ടമാകുന്നില്ല. അവൾ അത് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പുള്ളിക്കാരി അതൊന്നും കേൾക്കുന്നില്ല. ഒടുവിൽ ആ മോൺസ്റ്റർ അവിടെ നിന്നും വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന റെഡ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അതൊരു മോൺസ്റ്റർ ആണെന്നാണ് ഈ ക്യോങ് മറുപടി പറയുന്നത്. അപ്പോൾ താനും ഒരു മോൺസ്റ്റർ അല്ലേ, തന്നോടും ഇങ്ങനെ പെരുമാറുമോ? അതിന് നമ്മുടെ ഈ ക്യോങ്ങിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട് അവരുടെ റിലേഷൻ ഒരുപാട് വഷളായി. ഒരു ഫ്ലാഷ് ബാക്കിൽ താൻ പ്രസവിച്ചത് ഒരു മോൺസ്റ്റർ ആണെന്ന് മനസ്സിലായ നമ്മുടെ ഈ ക്യോങ് അതിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൾക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല. പ്രസന്റിൽ ഇതും ഓർത്ത് നിൽക്കുമ്പോഴാണ് റെഡ് വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നത്. അതോടെ ഈ ക്യോങ്ങും അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി താഴേക്ക് കുതിച്ചു. എന്നാൽ ഈ ക്യോങ്ങിന് ഒരിക്കലും അവളെ കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല. ദേ കണ്ടില്ലേ, ഇതൊക്കെ അവളുടെ സ്പെഷ്യൽ പവർ ആണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഇവിടെയാണെങ്കിലോ നമ്മുടെ ഹീറോയിൻ പുറത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് അതിന് സാധിക്കുന്നില്ല. ചാനാണെങ്കിലോ നല്ല ഉറക്കത്തിലാണ്. ഇതേ സമയത്താണ് ഹാനി അങ്ങോട്ട് വന്ന് ഡോർ തുറക്കുന്നത്. പിന്നീട് അവളോട് പോകാൻ വേണ്ടി പറഞ്ഞ് ഹാനി നേരെ നമ്മുടെ ചാന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ മുൻപിലായി കിടക്കുകയാണ്. പെട്ടെന്ന് കണ്ണു തുറന്ന ചാൻ ഇവളെ കണ്ട് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഹീറോയിനെ ആണെങ്കിലോ അവിടെയൊന്നും കാണാനുമില്ല. പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഹാങ് ഔട്ട് ചെയ്യുകയാണ്. നമ്മുടെ ചാൻ അവൾ ഒരു പാനീയം കുടിക്കാൻ കൊടുക്കുന്നു. എന്നാൽ അത് കുടിക്കാൻ വേണ്ടി അവന് നല്ല പേടിയുണ്ട്. അതിലൊരു പക്ഷേ വിഷമുണ്ടാകുമോ? അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഹാനി അതെടുത്ത് കുടിച്ചു കാണിച്ചു കൊടുക്കുന്നത്. അതോടെ അവനക്ക് അത് വിശ്വാസമായി. പിന്നീട് സംഭവിച്ചത് ഇതായിരുന്നു. കുടിച്ച പാടെ തന്നെ നമ്മുടെ ചാൻ ബോധം കെട്ട് വീഴുകയാണ്. അതെ, അതിൽ വിഷമുണ്ടാകാം. ഹാനി ഒരു പക്ഷേ അത് ഇറക്കിയിട്ടുണ്ടാകില്ല. എന്നാൽ എന്തിനു വേണ്ടിയാണ് അവൾ ഇതെല്ലാം ചെയ്യുന്നത്? ഇതിനിടയിൽ ഗ്രീൻ ഹോം നിവാസിയായ നമ്മുടെ കന്നഡക്കാരൻ നേരെ വന്നിരിക്കുന്നത് സ്റ്റേഡിയത്തിലെ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അവിടേക്ക് ചെന്ന് സാധനങ്ങളെല്ലാം എടുക്കുമ്പോഴാണ് ഒരാൾ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത്. അയാൾ പറയുന്നത് ഹീറോയിനെ കുറിച്ചാണ്. അവൾ എങ്ങോട്ട് പോയി? അവളെ ഓർത്ത് നിങ്ങൾക്ക് വിഷമമില്ലേ എന്ന് അയാൾ ചോദിച്ചതും നമ്മുടെ കന്നഡക്കാരന് നന്നായി തന്നെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ സൈനികർ അങ്ങോട്ട് വരുന്നത്. അതോടെ അവരൊന്ന് ശാന്തമായി. ഇതേ സമയത്ത് നമ്മുടെ കിമ്മിനെയും കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഓരോ ഗെയിമിലൊക്കെ ഏർപ്പെട്ട് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി നോക്കുമ്പോഴാണ് അങ്ങോട്ട് നമ്മുടെ ജീന വരുന്നത്. അവൾക്ക് ചോദിക്കാനുണ്ടാവുക എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ. അതെ, നമ്മുടെ ചോയെ കുറിച്ച് തന്നെ. എന്നാൽ ഇതുവരെ സൈലന്റ് ആയി നിന്ന കിമ്മിനെ അല്ല പിന്നെ നമ്മൾ കണ്ടത്. നിങ്ങൾ രണ്ടുപേരും അത്ര വലിയ അടുപ്പത്തിലാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ചോയെ ഫാർമസിയിലേക്ക് പറഞ്ഞയച്ചത്? കാരണം അവൾ ചോയെ തടയണമായിരുന്നു. ഇതൊക്കെ കേട്ട ജീന തനിക്ക് കുറച്ച് മാരകമായ ഡിസീസ് ആണെന്ന് പറയുമ്പോൾ കിം പറഞ്ഞത് ഇതായിരുന്നു. നിങ്ങൾ ചോയെയാണോ കാത്തിരിക്കുന്നത് അതോ അവൻ കൊണ്ടുവരുന്ന മെഡിസിൻ ആണോ? അതിന് നമ്മുടെ ജീനക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതും പറഞ്ഞ് കിം അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കേട്ട് നിരാശയോടെ പോയി നിൽക്കുമ്പോഴാണ് ഒരു സിഗ്നൽ വരുന്നത്. അതോടെ ആ സിഗ്നലിനെ ട്രാക്ക് ചെയ്യുകയാണ് നമ്മുടെ കിം. നമുക്ക് വേണമെങ്കിൽ ഈ സിഗ്നലിനെ SOS എന്ന് വിളിക്കാം. ആ സിഗ്നൽ വരുന്നത് ബാംസിയോമിൽ നിന്നായിരുന്നു. ശരിക്കും അത് ചോയുടെ സിഗ്നൽ തന്നെയായിരിക്കുമോ? ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനിടെ മറ്റൊരിടത്ത് പരിക്കേറ്റ നമ്മുടെ സർജന്റ് ഇൻഹ്വാനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരന് ഒരു ഹാലോസിനേഷൻ അനുഭവപ്പെടുകയാണ്. മുൻപിലായി തന്റെ രൂപത്തിലുള്ള ഒരു മോൺസ്റ്റർ. അത് ഇൻഹ്വാന്റെ ഫാമിലിയിലെ മരണങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞ് അയാളെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന നമ്മുടെ ഇൻഹ്വാൻ മോൺസ്റ്ററിന്റെ കഴുത്തിൽ കയറി പിടിക്കുന്നു. പിന്നെയാണ് അയാൾ സ്വബോധത്തിലേക്ക് വരുന്നത്. ശരിക്കും ഡോക്ടർ ലിമിന്റെ കഴുത്തിലായിരുന്നു ഇൻഹ്വാൻ പിടിച്ചത്. എന്നാൽ ഭാഗ്യം കൊണ്ട് ലിമ്മിനൊന്നും പറ്റിയില്ല. ലിം സർജന്റിനെ ഒരു സ്പെഷ്യൽ ഇൻഫെക്റ്റീവ് ആക്കാമെന്ന് വാക്ക് കൊടുക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ഹീറോയിനെയും കാണിക്കുന്നുണ്ട്. അവൾ നേരെ നടന്നെത്തിയിരിക്കുന്നത് റെഡിന്റെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. അപ്പോഴാണ് പിറകിലായി ഒരു വലിയ ഗർത്തം അവളുടെ കണ്ണിൽ പെടുന്നത്. അതിൽ ഒരു മോൺസ്റ്ററും ഉണ്ടായിരുന്നു. അവൾ പതിയെ അതിനടുത്തേക്ക് നടന്നു നീങ്ങുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ റെഡ് അവളെ വാച്ച് ചെയ്യുന്നുമുണ്ട്. അവൾ അങ്ങനെ പതിയെ അതിനടുത്തേക്കെത്തി. അപ്പോഴാണ് പിറകിൽ
നിന്നും ഒരു വിളി കേൾക്കുന്നത്. അതെ, നമ്മുടെ റെഡ് തന്നെ. അവൾ പതിയെ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. തന്റെ അമ്മയും ആളുകളുമെല്ലാം മോശക്കാരാണെന്നും പറഞ്ഞ് ഹീറോയിനെ അവൾ ആ ഗർത്തത്തിലേക്ക് തള്ളിയിടുകയാണ്. അപ്പോഴാണ് ചിറകും വിരിച്ച് എന്തോ ഒന്ന് അവൾക്ക് നേരെ വരുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ചായുൻ തന്നെ. അവൻ ഹീറോയിനെ രക്ഷപ്പെടുത്തുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. സോ ഗൈസ്, എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡ് ഞങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.